അയ്യോ, ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഈ വീട് കണ്ടില്ലേ, എനിക്ക് പേടിയാകുന്നു. വയ്യെന്ന് പറഞ്ഞതൊക്കെ ആ അമ്മമ്മയുടെ അഭിനയമായിരുന്നു നമ്മളെ ഈ വീട്ടിലേക്ക് എത്തിക്കാൻ. സോ അവരെ വഴി കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. എന്നിട്ട് അവര് കാണുന്നില്ലല്ലോ. ഞാനാണെങ്കിൽ ചക്കിവാവനെയും കൊണ്ടാ വന്നേക്കണേ. എനിക്ക് പേടിയാകുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണം. പിള്ളേര് നല്ല ഗൂഢാലോചനയിലാണല്ലോ. ഒരിക്കലും നീ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവിടെ ഇരുന്ന് ആലോചിച്ച്. അയ്യോ, ദേ അങ്ങോട്ട് നോക്കി. എന്താ അവിടെ? കുട്ടിപ്പൊളിഞ്ഞ മതില്, അല്ലാണ്ട് എന്ത്? ചേച്ചി, ഞാൻ അതല്ല പറഞ്ഞത്. ആ മതിലിന്റെ പൊക്കത്തൊരു ഹോളുണ്ട്. നമുക്ക് അതിൽ പഠിച്ചു കയറിയാ ചിലപ്പോ പുറത്തേക്കുള്ള വഴി കിട്ടുമായിരിക്കും. നമുക്ക് കേറാം. അയ്യോ, എന്റെ പൊന്നി നീതുമോളെ, നീ പണ്ടേ മരം കയറാനൊക്കെ മിടിക്കുക. ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് എങ്ങനെ കേറാനാ? അയ്യോ, എന്റെ പുറകെ കയറിയാ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. എല്ലാരും വാ, രക്ഷപ്പെടണമെങ്കിൽ വാ. നമുക്ക് ആ മതിലിന്റെ പൊക്കത്ത് കൂടി രക്ഷപ്പെടാം. അയ്യോ, ഈ കുട്ടികൾ പോയിട്ട് എത്ര നേരമായി? ഇതുവരെ ട്യൂഷനാക്കി കഴിഞ്ഞില്ലേ? ഇവരിത് എവിടെ പോയെന്നാവോ? വല്ല വർത്താനം പറഞ്ഞ് നിൽക്കുവാണോ? അവക്കാണെങ്കിൽ ഇപ്പൊ ഓൺലൈൻ ട്യൂഷൻ തുടങ്ങുമല്ലോ. എന്താടി ഗീത തനിയെന്ന് വർത്താനം പറയുന്നത്? കുണുക്കനെ ട്യൂഷൻ ആക്കാൻ വേണ്ടി നീതു നിത്യം കൂടെ പോയതാ. ഇത്ര നേരായി, ഇതുവരെ അവർ എത്തിയിട്ടില്ല. എന്നാ അവർ ട്യൂഷൻ കഴിയണവര് അവരുടെ വീട്ടിലിരിക്കുമായിരിക്കും, ട്യൂഷൻ കഴിഞ്ഞ് പിള്ളേരെയും കൊണ്ട് വരാനായിട്ട്. അങ്ങനെ അവര് ചെയ്യില്ല. അവർക്ക് ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. അവരിങ്ങോട്ട് വരേണ്ടതാ. എന്തായാലും ട്യൂഷന് പോയതല്ലേ, കുറച്ചേരം കൂടി നോക്ക്. എന്നിട്ടും കണ്ടില്ലെങ്കിൽ നീ ആ ട്യൂഷൻ എടുക്കുന്ന കൊച്ചിനെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കേ. ശരിയാ, മനഃപൂർവ്വം വേണമെങ്കിൽ റോട്ടിൽ വല്ല വർത്താനം പറഞ്ഞ് നിൽക്കുമായിരിക്കും. ഓൺലൈൻ ട്യൂഷൻ അറ്റൻഡ് ചെയ്യണ്ടല്ലോ, അത് തന്നെ കാര്യം. ആ മുറിയിൽ ചാടി ഇങ്ങോട്ട് വന്നത് വേറെ മുറിയിലേക്കായിരുന്നു. എന്തൊരു കഷ്ടം. എടി അങ്ങോട്ട് നോക്കി. എടി, ഇത് എന്തോരം ചോക്ലേറ്റാ. നമുക്ക് വാരി എടുപ്പിച്ചാലോ? അതെ, എന്റെ കയ്യില് കുഞ്ഞ. അതുകൊണ്ട് നിങ്ങൾ വാരി എടുക്കുമ്പോ എനിക്കും കൂടി ഉള്ളത് വാരി എടുക്കണം കേട്ടോ. എന്നാ എനിക്കിത് മതി. അയ്യടി മോളെ, അത് കൊള്ളാം. നിന്നെ മൂന്ന് കൊട്ട എടുത്താ എനിക്കെന്താ കിട്ടുക? നിനക്ക് വേണമെങ്കിലേ നീ വന്ന് വാങ്ങിയെടുത്തോ. എടി നീതു, നീ എന്താ അവിടെ നിൽക്കുക? ഇങ്ങോട്ട് വാ, നമുക്ക് ചോക്ലേറ്റ് എടുക്കണ്ടേ? എന്തോ എനിക്ക് പേടിയാവുന്നു. എന്തിനാടി പേടി? ചോക്ലേറ്റ് ഒന്ന് വയറ് കേടാകുമെന്ന് ഓർത്താണോ? എങ്കിൽ നിന്റെ ചോക്ലേറ്റ് കൂടി ഞാൻ തിന്നോളാം. ചേച്ചി, അതല്ല, ഇത് മാന്ത്രിക വീടല്ലേ. ഈ ചോക്ലേറ്റ് ഒക്കെ എടുത്താൽ വല്ല വിഷമാണെങ്കിലോ? എനിക്ക് പേടിയാവുന്നു. നമുക്കിത് വേണ്ട. എടി നീതുമോളെ, വിഷമൊന്നും ഉണ്ടാവൂല. നമുക്ക് ഈ ചോക്ലേറ്റ് മുഴുവൻ എടുക്കാം. അത് വേണ്ട ചേച്ചി. എടി നീതുമോളെ, നിന്റെ സൂത്രം ഈ അമ്മക്കുട്ടിക്ക് മനസ്സിലായടി. വേണ്ട വേണ്ടെന്നും പറഞ്ഞേ ചോക്ലേറ്റ് ഇവിടെ വെപ്പിച്ചിട്ട് ഞങ്ങൾ എല്ലാരും പുറത്താക്കിട്ട് ഇതിനെ കൊച്ചൊക്കെ എടുക്കാനല്ലേ? അപ്പൊ നിനക്ക് എനിക്ക് തരണ്ടല്ലോ. അത് നടക്കൂലടി മോളെ, ഞങ്ങൾ എടുക്കും. അതല്ല, ആ മുത്തശ്ശീനെ കണ്ടില്ലേ മാഞ്ഞു പോയത്? ആ മുത്തശ്ശി എന്തോ മന്ത്രവാദിനിയാ. നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കാം. മിഠായിയൊക്കെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാം. നിങ്ങൾ എടുത്തു പിള്ളേരെ, എന്റെ ചക്കിയാൾക്കും വേണ്ടി എടുത്തോ. ഓ, പറഞ്ഞാ കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? എന്നാ നിങ്ങൾ എടുത്തോ, എനിക്ക് വേണ്ട. ഹായ്, ഡെയറി മിൽക്ക് തന്നെ ആദ്യം എടുക്കാം. എടി നീതുമോളെ, നീ പറഞ്ഞത് ശരിയാ. എത്ര വേഗം അതീ വൃത്തികെട്ട ജീവികളായത്. നമ്മൾ ഇനി ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും? അയ്യേ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഞാൻ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മളിനി എങ്ങനെയാ പോവാ? എടി അമ്മ, നീയല്ലേ പറഞ്ഞത് ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞതെന്ന്? എന്നാ എന്താ, നിനക്ക് കുറച്ച് ഇഗ്വാന ചോക്ലേറ്റ് എടുക്കട്ടെ? എടി നീതുമോളെ, അതൊക്കെ മാഞ്ഞു പോയി. നേരാണല്ലോ. ദൈവമേ, ആ സൈഡിൽ ഡോറുണ്ടോ? നമുക്ക് അതിൽ കൂടി രക്ഷപ്പെടാം. വേഗം വാ. ഓ, ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോ അടുത്ത മുറി. ഇതെന്തൊരു വീട്? ഇതിന് മുറികൾ മാത്രമുള്ളൂ, അതും പൊട്ടിപ്പൊളഞ്ഞ് മാറാല വെച്ച മുറി. ഇതിന് പുറത്തോട്ട് എങ്ങനെ ഇറങ്ങാ? ഞങ്ങൾ നിന്നെ പോലെ ആദ്യമായിട്ട് ഈ മുറിയും വീടൊക്കെ കാണുന്നേ. നീ പറയുന്ന കേട്ടാത്തൊന്നും ഞങ്ങൾ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാണെന്ന്. ശരിക്കും അതല്ലേ, ഞാനും ഈ കൊച്ചും കൂടി വെറുതെ അവിടെ നിന്നപ്പോ നിങ്ങളല്ലേ ട്യൂഷന് പോകുന്നില്ലേന്നൊക്കെ എന്നോട് സംസാരിച്ചു വന്നത്. അതുകൊള്ളാലോ, ട്യൂഷന് പോകുന്നില്ലെന്ന് ചോദിച്ചാൽ നിന്നോട് ആര് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വരാനായിട്ട്? ഓ, ഏത് നശിച്ച നേരത്താണാവോ പാടില്ലാത്ത അമ്മൂമ്മേനും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് വരാൻ തോന്നി. അവരെ ഇപ്പൊ ഇവിടെ എങ്ങും കാണുന്നില്ല. കാണുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ഭയങ്കര ഉപകാരം ചെയ്യുന്ന ആൾക്കാരല്ലേ. നിങ്ങൾക്ക് അങ്ങോട്ട് പോയാ മതിയായിരുന്നല്ലോ. അമ്മൂമ്മേനെ രക്ഷിക്കാൻ നോക്കിയതല്ലേ, അനുഭവിച്ചോ? ഇത് നീതുമോളെ, ഇവളെ കുറെ നേരം അല്ലടി അമ്മക്കുട്ടി തുടങ്ങിയിട്ട്. നമുക്ക് ഇവക്കിട്ട് ഒരു പണി കൊടുത്താലോ? എന്ത് പണിയാ ചേച്ചി? ഇത് കണ്ടട്ടെ, ഒരു പ്രേതാലയം പോലെ ഉണ്ട്. ഇവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കൊരു പ്രേത പണി കൊടുക്കാം. അയ്യോടി അമ്മക്കുട്ടി, ഇതേ എന്താ 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 പ്രേതം? എവിടെ എവിടെ പ്രേതം? എവിടെ? അമ്മച്ചിന്റെ പുറകില്. എവിടെടി? ഞാൻ
ഞാൻ കാണുന്നില്ലല്ലോ. എടി അമ്മ, നീ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ പുറകിൽ വന്നു, അപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോ നിന്റെ ഇപ്പുറത്തെ സൈഡ് വന്നു. അയ്യോ എന്റെ പിള്ളേരെ, ചെവിടത്തിൽ കേൾപ്പിക്കില്ലേ നിങ്ങള്? അമ്മമ്മേ, നിങ്ങൾ എവിടെ പോയതായിരുന്നു? നിങ്ങൾക്ക് പാടില്ലാത്ത കൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ഞങ്ങൾ ഈ പ്രേതാലയത്തിലാക്കിയിട്ട് നിങ്ങൾ എങ്ങോട്ട് പോയി? എന്റെ പൊന്നമ്മമ്മേ, പേടിച്ചു പോയല്ലോ. നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം? ഓ, നിന്ന് കഥ പറയാതെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ചോദിക്കണ്ട ചേച്ചി. ഇവിടെ നിന്ന് പുറത്തിറങ്ങാന്ന് നിങ്ങൾ ആരും കരുതണ്ട. നിങ്ങളെ വന്നു പെട്ടത് ഈ അമ്മമ്മ ബംഗ്ലാവിലാ. അമ്മമ്മ ബംഗ്ലാവ് ഇത് എന്റെ സ്ഥല. ഞാൻ തീരുമാനിക്കും ഇവിടെ നിന്ന് ആരൊക്കെ പുറത്ത് പോകണം. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട കേട്ടോ കൊച്ചുകുരിപ്പേ. അവര് പിന്നെ മാഞ്ഞു പോയി. അയ്യോ, ഇതെന്താ വീടിനുള്ളിൽ മഴയോ? അയ്യോ, തണുത്തിട്ട് വന്നേ. എല്ലാരും ഇങ്ങോട്ട് വാ, ഈ അതിലെ കൂടി ഓടി നോക്കാം, വേഗം വാ.